പുതിയ അമ്മമാർക്കുള്ളൊരു ചലഞ്ച് കൂടിയിട്ടാണ് അല്ലേ ഏട്ടാ? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. മിഷൻ ഫെയിലിയർ. ഭാവിക്ക് കണ്ണെഴുതി പൊട്ട് കുത്തി കൊടുക്കുക എന്നുള്ള ഒരു പുതിയൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മളുടെ കുഞ്ഞുമോള്. ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന്. അയ്യോ വെൽക്കം ടു മൃദ്വ വ്ലോഗ്സ്. മൃദ്വ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് ഞങ്ങൾ ഇന്നലെ രാവിലെ എത്തി. അപ്പം 3 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാകും. ഷൂട്ടില്ലാത്ത ദിവസമല്ല നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ. 3 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാകും. അപ്പോൾ രാവിലെ എണീറ്റു, തന്നെ ഉറക്കമൊക്കെ എണീറ്റ് കുറച്ച് ലേറ്റായി അവൾ എണീറ്റപ്പോൾ സമയം ഇപ്പോൾ 8:30 ആകാൻ പോവാണ്. സാധാരണ ഇത്ര സമയം കിടന്ന് ഉറങ്ങാറില്ല അല്ലേ ധനുസേ? ടാറ്റ. ഓ, ഇപ്പൊ നോക്കിയാലും അവൾക്ക് ടാറ്റ പോണം. ടാറ്റ ഫുള്ളിങ്ങനെ ജസ്റ്റ് പുറത്ത് വിട്ടാൽ മതി. എന്നിട്ട് അവൾക്ക് ഇങ്ങനെ നടക്കണം, ഫുള്ളിങ്ങനെ നടക്കണം. ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ നടക്കാൻ വലിയ ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, വീഡിയോയുടെ പുറകിലായിട്ട് ഏട്ടനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ കൊച്ചു പിള്ളേർക്ക് ഈ ഫോൺ കൊടുക്കാൻ പാടില്ല, TV കാണിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്ക് അത് എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ കണ്ണിന് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എന്താ അച്ഛൻ്റെ അടുത്ത് പോണോ? നല്ല കാറ്റുണ്ട്. ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. രാത്രിയൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആ വീഡിയോ എന്ന് പറയുന്നത്, അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാനോ ഇല്ലെങ്കിൽ ചില സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് പാട്ട് വയ്ക്കാനോ അപ്പോഴൊക്കെ നമ്മൾ കുട്ടികൾ TV മൊബൈലൊക്കെ കാണിച്ച് കൊടുക്കേണ്ട അവസ്ഥ നമ്മൾ വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ധനുവിനെ ഇതൊന്നും കാണിക്കാണ്ട് അവൾക്ക് ഫുഡ് കൊടുക്കും, അവളെ ഉറക്കും. ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ അവളെ TVയോ മൊബൈലോ കാണിക്കില്ല, കൈ പോലും കൊടുക്കില്ല. അതൊരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം പുതിയ അമ്മമാർക്കുള്ളൊരു ചലഞ്ച് കൂടിയിട്ടാണ് അല്ലേ ഏട്ടാ? ഒരു ന്യൂ ഇയർ ചലഞ്ച് അല്ലേ ഏട്ടാ? അങ്ങനെ നമുക്ക് പറയാം. അതായത് പുതിയ അമ്മമാർക്കുള്ള ഒരു ചലഞ്ച് കൂടിയിട്ടാണ്. പുതിയ അമ്മമാർക്കെന്നല്ല, ആക്ച്വലി എല്ലാ അമ്മമാരും അങ്ങനെ ചെയ്യാറില്ല. ഇത് നമ്മുടെ എന്താ പറയാ, മൊബൈൽ മോമീസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വെക്കുന്ന ചലഞ്ചാണ്. അല്ല ഏട്ടാ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ മൊബൈലിൽ കാണിക്കേണ്ടി വരും. ഒരു വട്ടം കാണിച്ച ഓട്ടോമാറ്റിക് ഭാവി തരാം. ധനുവിന്റെ പുതിയ കളിക്കൂട്ടുകാരിയാണ് ഇത്. ഇതാവണ്ടേ, അപ്പോ ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ, ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ തന്നെ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്റ്റായി, മൊബൈൽ ഗെയിം കളിക്കുന്നു. അമ്മയുടെ മൊബൈലോ അച്ഛൻ്റെ മൊബൈലോ കിട്ടിയില്ലെങ്കിൽ വേറെ അടുത്ത ആരാണോ ഉള്ളത് അവരുടെ മൊബൈൽ എടുത്ത് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ സെറ്റിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഞാനത് കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിലേ വരുന്ന ഈ ഒരു അഡിക്ഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഇതിപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം, ഇടയ്ക്ക് ചിറ്റ എന്ന് പറയുന്നൊരു മൂവി ഞങ്ങൾ കണ്ടായിരുന്നു ഞാനും ഏട്ടനും കൂടിയിട്ട്. ആ മൂവിയിൽ മൊബൈല് എത്രത്തോളം കുട്ടികൾക്ക് അത് ഹാനികരമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ആ ഒരു മൂവിയിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു അഡിക്ഷൻ നമുക്ക് കുറച്ചാലേ പറ്റുള്ളൂ. ചേച്ചി അപ്പൊ ഈ ഒരു അഡിക്ഷൻ നമുക്ക് എന്തായാലും കുറച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചേച്ചി അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ നമ്മൾ സക്സസ് ആവോ ഇല്ലെന്ന് അറിയില്ല. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ നോക്കാം. ഇല്ലെങ്കിൽ പതിയെ നമുക്ക് ധനുവിന്റെ ഈ ഒരു വലിയ അഡിക്ഷൻ ഒന്നും ഇല്ല അല്ലേ ഏട്ടാ നമുക്ക് ധനുവിന്? അല്ലേ? ധനുവിന് അത്ര വലുതായിട്ട് ധനുവിന് മൊബൈൽ കാണണം എന്നൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ഒരു ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇത് തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട്
ചെറുതായിട്ടൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് കൊടുക്കാനായിട്ടൊന്ന് പുറത്തിറങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ട് കാക്കേനെയും പൂച്ചനെയൊക്കെ നമുക്ക് കാണിക്കേണ്ടേ, അവൾക്ക് ആഹാരമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പം സ്കിന്നൊക്കെ നമുക്ക് ഡള്ളാകും. അപ്പോൾ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് സെറം യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇത് 3 മസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് പറ്റിയിട്ട് നിങ്ങളെ കാണിക്കാൻ പോവാണ്. അതായത് നല്ല കിടിലും ഒരു ആയുർവേദിക് ഫേസ് സെറം ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ടാക്കിൻ്റെ ആയുർവേദിക് ഗ്ലോ ബൂസ്റ്റിംഗ് ഫേസ് സെറം കുങ്കുമാതി വിത്ത് സാഫ്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഞാനിത് യൂസ് ചെയ്തിട്ട് കുറച്ചാകുന്നുണ്ട്, ഏകദേശം 1-1.5 ആഴ്ച ആകുന്നുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുങ്കുമാതിയും സാഫ്രോൺ എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആകാനും ഡൾനെസ് മാറാനും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഈവൻ ടോൺ കിട്ടാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിങ് സ്കിന്നുമായിട്ട് നമുക്ക് കിട്ടും ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുതരാം. അത് മാത്രമല്ല വേറൊരു കാര്യം, ഇതിൻ്റെ ബോട്ടിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇതിൽ സ്വർണത്തിൻ്റെ ചെറിയൊരു അംശം ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അതായത് 24 ക്യാരറ്റ് ഗോൾഡ് ഡസ്റ്റ് ഇതിൽ ആഡ് ആയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടിത്തിളങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം. കാണാത്തോണ്ട് അറിയാൻ പറ്റുന്നില്ല, എല്ലായിടത്തും ഈവൻ ആയെന്ന്. ഓക്കെ അല്ലേട്ടാ? യെസ്, അങ്ങനെ എല്ലായിടത്തും ഈവൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇട്ടപ്പോ തന്നെ തിളക്കമൊക്കെ വന്നല്ലോ. ചുമ്മാ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ സെറം യൂസ് ചെയ്യേണ്ടത്. 2-3 ഡ്രോപ്സ് എടുക്കുക, അപ്ലൈ ചെയ്യുക, നല്ലോണം ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേഗം പോവാം, പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് കുറച്ചൊരു മോയ്സ്ചറൈസർ ഇടാൻ പോവാണ് ഫേസ് കംപ്ലീറ്റ് ആയിട്ടും. സൺസ്ക്രീൻ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ധനുവിന് ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത കുട്ടികൾക്കുള്ള സൺസ്ക്രീമും ഉണ്ട്, അതും ഇടിപ്പിച്ചിട്ട് അവളെ നേരെ പുറത്തേക്ക് അങ്ങ് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇത് ആരും മറക്കരുത്, ടാക്കിൻ്റെ കുങ്കുമാതി ഗ്ലോയിങ് ഫേസ് സെറം മേടിക്കാനായിട്ട് ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വരൂ. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ തെറ്റ് തിരിച്ചറിഞ്ഞു, അത് തിരുത്തി. ഇനി ഒരു പാരൻസിനും ഈ തെറ്റ് സംഭവിക്കരുത് എന്ന നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്ക് സംഭവിച്ച തെറ്റെന്താണെന്നല്ലേ, ധ്വനി ബേബിനെ ഉറക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ താരാട്ട് പാട്ട് കേൾപ്പിച്ച് കൊടുക്കുമായിരുന്നു. കുറച്ച് നാൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിന്നീട് ആൾക്ക് ബോറടിച്ച് തുടങ്ങി, ബഹളം വെച്ച് തുടങ്ങി. അപ്പോൾ ആളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ വിഷ്വൽ കാണിച്ചു. പിന്നീട് ഫുഡ് കഴിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും ആളെ ഉറക്കുന്ന സമയത്തായി കഴിഞ്ഞാലും ധ്വനി ബേബി വയലൻ്റ് ആവുന്ന സമയത്ത്, ബഹളം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവളുടെ ബോഡി ലാംഗ്വേജ് എന്ന് നമുക്ക് മനസ്സിലായത്. അവളായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇതേപോലെ കാർട്ടൂൺ കാണണം, പാട്ട് കാണണം എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളതെങ്ങനെ സ്റ്റോപ്പ് ചെയ്തു? ഇതേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന പാരൻസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ധനുവിൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്താണത്? റാഗി. റാഗിയുടെ കുറുക്കാണ്. ഡാൻസ് കളിക്കുന്ന എങ്ങനെ കുഞ്ഞു? തലയിൽ വെച്ചിട്ട് ആളിപ്പോ നല്ല മൂഡിലാണ് നിൽക്കുന്നത്, വലിയ ദേഷ്യവും വാശിയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി. എങ്കിൽ കൂടെയും നമ്മളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഷൂസൊക്കെ ഇടിപ്പിച്ച് ഇവിടെ ഉമ്മർത്ത്
കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. നമുക്ക് നോക്കാം. Mission failure. Mission failure. Mission failure. ഇനി അതിന്റെ മുകളിലേക്ക് ഇവിടെ വെച്ച് എപ്പുറത്തേക്ക് വീഴുന്നേ കാറ്റത്ത്. Mission failure. വാവയ്ക്ക് കൊടുക്കട്ടെ. ഇപ്പം വാവയ്ക്ക് കണ്ടോ, അങ്ങനെ കാണിക്കുമ്പോഴേ കുട്ടികൾ കഴിക്കൂല. ആദ്യം വാവയ്ക്ക് കൊടുത്തോ, പിന്നെ അവൾക്കും കൊടുക്കും. ഭാവിക്ക് കൊടുക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ടേ ഭാവിക്ക് കുഞ്ഞിന് Mission failure. ഭാവിക്ക് കുഞ്ഞിന് Mission failure. ഇത് പിടിച്ചോ പോണോ? പോ. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മെയിൻലി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ TV കാണിച്ച് കൊടുക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട 3 സിറ്റുവേഷൻസ് ഞാനിവിടെ പറയാം. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഫുഡ് കഴിക്കാതെ ബഹളം വയ്ക്കുന്ന സമയത്ത്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാതെ ബഹളം വയ്ക്കുന്ന സമയത്ത്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ എന്താണ് എന്ന് പോലും അറിയാതെ വെറുതെ വാശി പിടിക്കുന്ന സമയത്ത്. ഇതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന 2 സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സൊല്യൂഷൻ ഞങ്ങൾ പേഴ്സണലി ട്രൈ ചെയ്ത് സക്സസ് ആയൊരു സൊല്യൂഷനാണ്. ധ്വനി ബേബീനെ വീട്ടിൽ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ച് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ കൂടുതൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹൗസ് ഹോൾഡ് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് തുറക്കാനും അടയ്ക്കാനും അങ്ങനെയൊക്കെ ആളെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മൂൻ്റെ കുറേ സ്കിൻ കെയർ റുട്ടീനിന് വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന കുറേ ബോട്ടിൽസ് ഒഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നിരത്തിയിട്ടിട്ട് ആളെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡൊക്കെ വെച്ചിട്ട് ഇതിപ്പോൾ വണ്ടിയിലിരുത്താൻ നോക്കിയപ്പോഴത്തേനും ആൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പേടിയായി. അപ്പോൾ അങ്ങനെ വീണ്ടും കയ്യിൽ എടുത്തിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ പുതിയ കുഞ്ഞമ്മമാരും എല്ലാവരെയും കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വരാം കേട്ടോ. ചെല്ലത്തി വേണ്ടേ? പൂവാണ് അത്. പൂവ് ഇതാ വേണ്ടേ? പൂവ് വേണ്ടേ? ഓ എന്തത് തെലുങ്കാണ് തെലുങ്ക് ഭാഷയാണ്. കഴിച്ചു കഴിഞ്ഞ് മതി നമുക്ക് സ്വയം തോന്നിയപ്പോൾ പോയി ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുക. എങ്ങനെയുണ്ട്? എത്ര കഴിച്ച്? ഇനി കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ അവൾക്ക് ദോശയും കൂടിയിട്ട് കൊടുക്കും. അതൊരു 5-6 വായേ കഴിക്കുള്ളൂ. പക്ഷെ കൂടുതലും കാര്യമായിട്ട് വയറ്റിൽ എന്തെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കാരണം അധികം പല്ലൊന്നും പുള്ളിക്കാരിക്ക് വന്നിട്ടില്ല. മേളിൽ വന്നെങ്കിൽ താഴെ വരില്ല, താഴെ വന്നെങ്കിൽ മേളിൽ വരില്ല, അങ്ങനെയൊക്കെയാ ചിരിച്ച് കളിച്ചോണ്ടിരിക്കുന്നത്. ഭാവിക്ക് കണ്ണെഴുതി പൊട്ട് കുത്തി കൊടുക്കുക എന്നുള്ള ഒരു പുതിയൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മളുടെ കുഞ്ഞുമോള്. അപ്പോൾ അതുകൊണ്ട് എന്തായി, പുതിയ ആക്ടിവിറ്റി ആയതുകൊണ്ട് അവൾക്ക് വലിയ ബോറടിക്കുന്നില്ല. വാവ വീണ് കല്ലി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അഭിനയവും ഷോ ഓഫുമാണ്. കണ്ട വാവിനെ തള്ളിയിട്ടാ. പൊട്ട്
വെച്ച് പൊട്ട് വയ്ക്ക്. പൊട്ട് വെച്ചിട്ട് മാലയൊക്കെ നേരെ ഇട്ട് കൊടുക്കും ബാബയ്ക്ക്. ഇങ്ങനെ പിടിക്കുക ബാബേ. എടുക്കാതെ ബാബ പാവമല്ലേ. ഇത് ആക്ച്വലി വൺ ടാസ്ക്കാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. കാര്യം ഇവള് ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഷോ ഓഫ് അഭിനയമാണ്. നമ്മൾ പറയുന്ന ഒന്നും ചെയ്യത്തില്ല, പിന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അത് നമ്മളിപ്പോൾ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. എപ്പോൾ നോക്കിയാലും ക്യാമറ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഷൂട്ടിങ്. അതായിരിക്കും വേറൊരു വിഷയം. ഇപ്പം അതേ അമ്മൂമ്മയായിട്ടിരുന്ന് കളിക്കുന്നുണ്ട്, കണ്ട നോക്കുകയാണ്. ഫോൺ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ് പോയി എടുത്തിട്ട് തനിയെ ക്യാമറ ഓണാക്കും. ക്യാമറ ഓണാക്കിയിട്ട് പറന്ന് സെൽഫി എടുക്കലാണ് പരിപാടി. ഇതിപ്പോൾ ഞാൻ ഒളിച്ച് നിന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഞാൻ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പൊട്ട് വെച്ചിട്ടുണ്ട്, എടുക്കണ്ട. പുട്ടൊക്കെ വെച്ചു, പിരിയൊക്കെ എഴുതി, കണ്ണൂർ എഴുതി. ബാലയ്ക്ക് ഉമ്മ കൊടുക്കണമൊക്കെ എടുത്തുപിടിക്കാമോ? ബാലയ്ക്ക് മമ്മ കൊടുക്ക്. മമ്മ 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 കൊടുക്ക് ബാലയ്ക്ക്. പിടിച്ചോ ബാബയെ, പിടിച്ചോ. ബാബയെ എങ്ങനെ പിടിച്ചോ. അതുകൊണ്ട് അത് പോവും. അടുത്ത രണ്ടാമത്തെ സിറ്റുവേഷൻ, ഉറങ്ങാൻ വേണ്ടി വാശി പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ പേഴ്സണലി വർക്കൗട്ട് ചെയ്ത് സക്സസ് ആക്കിയ ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഉറങ്ങുന്ന ടൈമിംഗ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു 1 hour ബിഫോറായിട്ട് നമ്മൾ ആളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക ഇൻ ദ സെൻസ് ഫിസിക്കൽ എക്സർഷനുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തിട്ട് ഇങ്ങനെ കുറേ ഓട്ടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കും. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഗ്രാജ്വലി ഫിസിക്കലി ടയേർഡ് ആകുമ്പോഴത്തേനും ഉറക്കം വരും, ആൾ തനിയെ ഉറങ്ങിക്കോളും. പിന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിർബന്ധിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉറക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ വയലൻ്റ് ആവും, ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്നത്. അവർക്ക് ഉറക്കം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്കുക. ഉറങ്ങുന്ന ടൈം ആകുമ്പോഴത്തേനും അവർക്ക് തോന്നുന്ന സമയത്ത് അവർ വന്ന് ഉറങ്ങിക്കോളും. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫിസിക്കലി ടയേർഡ് ആക്കിയിട്ട് അവരെ ഉറക്കുക എന്നുള്ളതാണ്. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളിരിക്കുന്നതെന്ന് വെച്ചോ, കുഴപ്പമില്ല, താരാട്ട് പാടുന്നവർ താരാട്ട് പാടിക്കോ, പാട്ട് പാടാൻ അറിയാത്തവരും പാടിക്കോ. കാര്യം കുഞ്ഞുങ്ങൾക്ക് ട്യൂൺ അറിയില്ല. ഇവിടെ അമ്മ തന്നെ വാവാവോ പാടിപ്പിക്കുന്നത് വേറൊരു ടോണിലാണ്. അത് നമ്മൾ ഇൻ്റർവ്യൂസിൽ പലതരം പറഞ്ഞിട്ടുണ്ട്. ഈവൻ അവൾക്ക് പോലും അതറിയില്ല. അപ്പോൾ വാവ അതിൽ യൂസ്ഡ് ആണ്, അവളത് കേട്ടിട്ടാണ് കിടന്നുറങ്ങാറ്. പിന്നെ നമ്മളുടെ ടൈം കുറച്ചൊന്ന് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അവർ ഉറങ്ങുന്ന സമയത്ത് കണ്ണിങ്ങനെ അടഞ്ഞു വരുന്നു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ അവരെ ഉറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്കുക. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, അകാരണമായി കുട്ടി കരയാണ്, ബഹളം വയ്ക്കുകയാണ്, വയലൻ്റ് ആവുകയാണെന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ ബോഡിയിലെ ഓരോ സ്ഥലത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ആൾക്ക് എവിടെയെങ്കിലും ബോഡി പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ആ പോർഷൻ എത്തുന്ന സമയത്ത് കൂടുതലായിട്ട് കരയും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇനി മൊബൈലോ ടി വിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വാശി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കുക. വേറെ എന്ത് സംഭവം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിപ്പിച്ചിട്ട് വേറെ ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. അല്ലാതെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല പാരൻസും കുഞ്ഞുങ്ങൾ ഇതേപോലെ വാശി പിടിക്കുന്ന സമയത്ത് അവരെ തല്ലിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വഴക്ക് പറഞ്ഞിട്ട് അവരെ അടക്കിയിരുത്താറാണ് പതിവ്. ബട്ട് അങ്ങനെ ഇരുത്തുന്ന സമയത്ത് അവർ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇല്ല, അവർക്ക് എൻഗേജ് ആവാൻ വേറൊരു ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആരുമല്ല. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള സയൻറ്റിഫിക് നോളജും എനിക്കില്ല. പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞങ്ങളിവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഇത് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അഡാപ്റ്റ് ചെയ്യാം. അതല്ല ഇത് തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തിരുത്താം. അവർ കമൻറ്റ് ബോക്സ് ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ യു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഡീഷൻസ് ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.
ധനു എവിടെ പോയി? കാണുന്നില്ലല്ലോ. കാണാനില്ല ധനുനെ. ഇല്ലാന്ന്. ഇതാര് കൊണ്ടുപോ? പൂച്ച കൊണ്ടുപോ, ധനു കൊണ്ടുപോ, കാക്ക കൊണ്ടുപോ, പൂച്ച കൊണ്ടുപോ, ധനു കൊണ്ടുപോ, കാക്ക കൊണ്ടുപോ, അയ്യോ കൊണ്ടുപോയത്. അയ്യോ പൂച്ച. പൂച്ച 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 പൂച്ചയാണോ? നടക്കൂല. ചോറ് കൊടുക്കാൻ നോക്കി, പക്ഷെ കുറച്ചേ കഴിച്ചുള്ളൂ, വേറെ 2 വാ. അതുകൊണ്ട് നമ്മളിപ്പോൾ ദേ അമൃതം പൊടി കലക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കുഞ്ഞാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മഴ കാണാം. വാ, മഴ മഴ ഓടിയോ 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 അതെ ഓടിയോ. മഴ 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 മഴ. മാമേനെ കൂടെ കൊണ്ടുപോകാം നമുക്ക് കേട്ടോ. പുതിയ എന്തെങ്കിലും സാധനം കയ്യിൽ കൊടുത്തിട്ട് നമ്മളെ കഴിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സോ ലെറ്റ്സ് സീ. മറ്റേ നമ്മൾ എടുത്തിട്ട് കേട്ടോ, വേറെ ഉണ്ടല്ലോ. ഇതെന്താ സ്റ്റാറ്? ഇതൊക്കെ ഹെവിയാണ്. ഇത് ഇതിന്റെ മേളിലിരിക്കേണ്ട സാധനം അത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറങ്ങി. 11 മണിക്കൊരു ഉറക്കമുണ്ട്. ആ ഉറക്കം ഉറങ്ങാത്തതുകൊണ്ട് അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി. സാധാരണ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. പാട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാലൊക്കെ ഉറങ്ങുള്ളൂ. പക്ഷെ ഇന്ന് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കത്തുള്ളൂ. അങ്ങനെ ചാഞ്ഞി കിടന്നങ്ങ് ഉറങ്ങി. ആ പോലും പാടേണ്ട ആവശ്യം വന്നില്ല അവൾക്ക്. ഇങ്ങനെ ആയ എന്ത് സുഖമല്ല ഏട്ടാ. ഇനിയിപ്പോൾ ഉറങ്ങട്ടെ. ഉറങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ദേ ധനുക്കുട്ടി ഉറക്കമൊക്കെ എഴുന്നേറ്റു. അതിനുശേഷം ഞങ്ങളിത് ഇവിടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകണം. ഇപ്പം ഈ TV ഇതൊന്നും കാണിക്കാണ്ടുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ വീട്ടിൽ എന്താ ചെയ്യാന്നിട്ടെങ്കിൽ ഈ സമയത്തൊക്കെ 7 മണി സമയത്തൊക്കെയാണ് അധികമായിട്ട് കാണുക. ഈ സമയത്ത് ഞാൻ ബോളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കളിപ്പിക്കും. പിന്നെ പുറത്തോട്ടേക്ക് ഇറക്കിയിട്ട് ഒരുപാട് ഓടിപ്പിക്കും അവളെ. അത് നല്ലതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കാര്യം എന്താണെന്നുണ്ടെങ്കിൽ രാത്രി നല്ലോണം ഉറക്കം കിട്ടും. അപ്പോൾ ഞാനിവിടെ കൂടെ ഓട്ട മത്സരം വയ്ക്കും. ഇല്ല ഏതായാലും ഇവിടെ നടൻ വരെ ഓടും, അവിടെ തിരിച്ചോടും. അങ്ങനെ ഓട്ട മത്സരം വയ്ക്കും. പിന്നെ ഒളിച്ച് കണ്ടേ കളിച്ച് അങ്ങനെ കുറേ ഞങ്ങൾ ഓടും. അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടികൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ മുടിയാണ് അവളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. മുടി എടുത്തിടുക, ആ മുടി മാറ്റി നോക്കുക, പിന്നെ അതിനെ വലിക്കുക, തൂങ്ങുക, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാം. ഇപ്പം ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നത് കൊണ്ട് അധികം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കും. എന്തായാലും പോകുന്ന വഴിയെല്ലാം കാണിക്കാം. അവിടെ ഡെക്കറേഷനാണ്. എൻ്റെ അടുത്ത് കഴിക്കാത്ത തരാം. അങ്ങനെ
ദേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ധനുവിന് ഉറങ്ങാനുള്ള സമയമായി, രാത്രിത്തെ ഉറക്കം. ഇതുവരെയായിട്ട് ഫോൺ കാണിച്ചിട്ടില്ല, പിന്നെ മാഷയുടേതൊന്നും കാണിച്ചിട്ടില്ല, കാത്തു കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അവളത് അങ്ങനെ ഇരിക്കുക. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ഉറക്കം വരുന്നുണ്ട്. ഇനി ഞാൻ പാട്ട് പാടി തന്നെ ഇവിടെ ഉറക്കണം. നല്ല ഉറക്കം വന്നിട്ട്. ധനുവിന് ഇഷ്ടമുള്ള പാട്ട് ഏതാ? പറ, ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഏത് പാട്ട് വേണം? എന്ത് വേണം? ഒന്നുമില്ലടാ. നമുക്ക് ചാച്ചിയോ കണ്ടേ? കാറ്റ്. ഓക്കെ, അപ്പൊ ദേ പറയട്ടാ. അയ്യോ പോട്ട് ദേ വാവ കരയണേടി. ഇനിയിപ്പൊ അവളെ ഉറക്കാൻ പോവാണ്. ഇറങ്ങട്ടെ. അപ്പൊ ദേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ.